നമസ്കാരം, എല്ലാവർക്കും മകം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ക്ഷേത്രം ശ്രീരംഗം രംഗനാഥ സ്വാമി ക്ഷേത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ തൃച്ചി എന്ന് പറയുന്ന സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗനാഥൻ്റെ ക്ഷേത്രമാണ്. വൈഷ്ണവാരാധനയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു ക്ഷേത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അവിടെ എത്തിയ സമയത്ത് തന്നെ ഞാനിങ്ങനെ വണ്ടടിച്ച് നിന്നു പോയിട്ടുള്ളതാണ്. 7 മതിലുകളാണ്, വലിയ മതിലുകൾ, അതായത് 7 ഗോപുരങ്ങൾ താണ്ടി വേണം നമ്മൾ അവിടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. ശരിക്കും വണ്ടറായിട്ട് പോവും. അത്രയും വിസ്തീർണത്തിൽ കിടക്കുന്ന വലിയൊരു ക്ഷേത്രം. അനന്തശയനത്തിലാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. 7 മതിലുകൾ ചേർന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രം പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വലിപ്പത്തിൽ ഒന്നാമത് തന്നെയാണ് കേട്ടോ. 21 ഗോപുരങ്ങളുള്ളതിൽ ഏറ്റവും വലുത് രാജഗോപുരം, 13 നിലകളും 72 മീറ്റർ ഉയരമുള്ളതുമാണ്. ഓക്കെ, സോ അതിൻ്റെ ലെങ്ത് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. 186 ഏക്കർ വിസ്തീർണത്തിൽ പരന്നു കിടക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം വൈഷ്ണവാരാധനയുടെ കേന്ദ്രമായി കണക്കാക്കപ്പെടും. നമുക്ക് ഒരു ദിവസം കൊണ്ട് പോലും ഈ ക്ഷേത്രം കംപ്ലീറ്റ് ആയിട്ട് കണ്ട് വരാൻ പറ്റില്ല. അവിടെ നമുക്ക് വണ്ടിയെല്ലാം അവൈലബിൾ ആണ്. ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോയി വരാം. കാരണം അത്രയും ദൂരമുണ്ട്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടി. ഞാൻ തുളസിമാലയൊക്കെ വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ അനന്തശയനത്തിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അവിടെ അറ്റ് എ ടൈം 2 പേര് 3 പേർക്ക് നിന്നിട്ടേ തൊഴാനുള്ള സൗകര്യമുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ കുറേ നേരം ലൈൻ നിൽക്കണം. എന്നിട്ട് തൊഴേണ്ടി വരും. അപ്പോൾ കുറേ നേരം നിൽക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ടിക്കറ്റ് എടുത്തിട്ട് ദർശനം അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് ബെറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമ്മൾ ആ ലൈൻ മൂവ് ആവും. അപ്പോൾ ഇനി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ഓപ്റ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് അന്നദാനമൊക്കെ കിട്ടി. നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. മുഴുവനൊന്നും ചുറ്റി കാണാൻ പറ്റില്ല. ഞങ്ങളൊരു ഈവനിങ് ആണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ കണ്ടതും ഗംഭീരം, ഇനി കാണാനുള്ളത് അതിഗംഭീരം എന്നുള്ള അവസ്ഥയിലാണ്. ഇതായിരുന്നു ഭക്ഷണം. പിന്നെ അങ്ങനെ ഞങ്ങൾ രാത്രി അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് ഞങ്ങൾ പോയത് തിരുമുരുകൻ പുണ്യ ക്ഷേത്രത്തിലേക്കാണ്. അപ്പം ഞങ്ങൾക്ക് കുറേ ടൈം ബാക്കി ഉണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യും, റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കണം. ആ റൂമാണെങ്കിൽ ഞങ്ങൾ നേരത്തെ വെക്കേറ്റ് ചെയ്തു. അപ്പം പിന്നെ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേൻ്റെ റൂമുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ റെയിൽവേൻ്റെ റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല സൗകര്യമുള്ള ഫെസിലിറ്റി ഉള്ള റൂമാണ്. 700 ഇങ്ങനെയുള്ളൂ ചാർജ് 3 hours. അപ്പോൾ നമ്മളങ്ങനെ എടുത്തു. അങ്ങനെ ഇതാണ് കേട്ടോ റൂം. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചിട്ട് അത് വേറെ ഏതോ റൂമാണെന്ന്. പിന്നെ നോക്കുമ്പം അത്യാവശ്യം വിശാലമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയോട് കൂടി വാഷ്റൂം എല്ലാം കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള വാഷ്റൂം, എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റിയ